ലളിതേ, എന്തോ ആ ശിവനെ കണ്ടിട്ട് കുറച്ച് ദിവസമല്ല, വല്ല അറിവുണ്ടാവും? ഓ അവന്റെ വീട്ടിലെ മനസ്സമാധാനം അങ്ങ് ഇഷ്ടപ്പെട്ടു പോയെന്ന് തോന്നുന്നു. അതെന്തുവാണ് ഈ വീട്ടിലെ മനസ്സമാനൊന്നും ഇല്ലേ? അവനോട് ചോദിച്ചാലേ അറിയത്തുള്ളൂ. ആ അവനോട് ചോദിച്ചാലേ അറിയത്തുള്ളൂ. അയ്യോ, എന്താ വേദനയാണോ? അല്ല, നല്ല സുഖമാ. വേദനയിട്ടല്ലേ കിടന്ന് നല്ല വിളിച്ചത്? നിങ്ങൾ അതിന് എന്നോട് എന്തിനാ കിടന്ന് അരിച്ചപ്പെടുന്നേ? എത്ര ദിവസമായി നിങ്ങളോടൊന്ന് ഹോസ്പിറ്റലിൽ പോകാൻ പറയുന്നു? ആശുപത്രി പോയാൽ എടി, എനിക്ക് ആശുപത്രിക്കാരെ പണ്ടേ വിശ്വാസമല്ലേ, നിനക്ക് അറിയത്തില്ലയോ? നമ്മളൊരു പല്ലുവേനായിട്ട് അവിടെ ചെന്നാലേ അവന്മാർ പല്ലും തലവേനയും അല്ല തലച്ചോറും തമ്മിൽ നല്ല ബന്ധമുണ്ടെന്നൊക്കെ പറഞ്ഞിട്ട് ബ്രെയിൻ സർജറി നടത്തിയുള്ള കാശ് മുഴുവൻ അടിച്ചെടുക്കും. പിന്നെ പല്ല് ഡോക്ടറല്ലേ ബ്രെയിൻ സർജറി ചെയ്യുന്നതെന്ന് വെച്ചാ? എടി, അവന്മാർ ഇതിനേക്കാളും വലിയ ഉടായ്പൊക്കെ നടത്തി കാശ് അടിച്ചെടുക്കാനുള്ള ഒരു പരിപാടികളല്ലേ. ഒന്നും മിണ്ടാതിരിക്കുന്നുണ്ടോ? കഴിഞ്ഞ പ്രാവശ്യം പോയപ്പോ തന്നെ അവർ പറഞ്ഞു റൂട്ട് കനാൽ ചെയ്താലേ വേദന മാറത്തുള്ളൂ. ഈ റൂട്ട് കനാൽ ചെയ്യണമെങ്കിൽ എത്ര കാശ് ചിലവാകുന്നത് നിനക്ക് വല്ല ധാരണയുണ്ടോ? അയ്യോ, നിങ്ങൾ ചാവാൻ കിടന്നാലും കയ്യിൽ നിന്ന് 5 പൈസ മുടക്കത്തില്ലല്ലേ? ആരാണ് ഇവിടെ ചാവാൻ കിടക്കുന്നത്? ഇതൊരു ചെറിയ വേദനയേ ഉള്ളൂന്ന്. ചെറിയ വേദന എന്നാ പിന്നെ നിങ്ങൾ അങ്ങ് സഹിച്ചോ? നിന്നോടൊന്നും പറഞ്ഞിട്ടൊന്നും ഒരു കാര്യവുമില്ല. വേദന പോലും. ഉത്തമാ, എന്താ ഞാൻ നിന്നെ അന്വേഷിച്ചിരിക്കായിരുന്നു. എന്ത്? ഒന്നുമില്ലടാ, രാവിലെ എണീറ്റപ്പോ നിന്നെ കണ്ടില്ല, അതുകൊണ്ട് ഒരു ആദ്യ. ഞാൻ അപ്പുറത്ത് വരെ പോയിരുന്നു. കഴിച്ചാ? എന്ത് പറ്റി വെച്ചാ? പല്ല് നല്ല വേദനയാ. റൂട്ട് കനാൽ ചെയ്യണമെന്നാ ഡോക്ടർ പറയുന്നത്. ഡോക്ടറെ പോയി കണ്ടായിരുന്നോ? അണപ്പല്ല, തരിച്ചിറങ്ങണം അല്ലേ അകത്തോട്ട്. റൂട്ട് കനാൽ ചെയ്യണതാണ് നല്ലത്. അത് ചെയ്യണം, പക്ഷേ പിന്നെ അപ്പുറത്തെ വീട്ടിലെ കാർത്തികനും വീട് മാറി പോകാൻ പോണെന്ന്. കുടുംബ വീട് മാറി പോകാൻ പോണ്. വാടക വീട്ടിൽ താമസിക്കുന്നതാണ് ഇതിനേക്കാളും നല്ലതെന്ന്. അതെന്ത്? ഭയങ്കര ചെലവെന്ന് വീട്ടില്. എന്തോന്നറിയ, ഞാൻ എന്റെ പല്ലുവേന എടുത്ത് റൂട്ട് കനാൽ ചെയ്യണ കാര്യം പറഞ്ഞപ്പോ നീ കാർത്തികന്റെ കാര്യം പറഞ്ഞോണ്ടിരിക്കുവാണോ? കടം മേടിച്ചാണ് അവൻ വീട്ടിലെ കാര്യങ്ങളൊക്കെ നോക്കണേന്ന്. അതുകൊണ്ട് ഭയങ്കര ടൈറ്റ് ആയി പോയി അങ്ങനെ അവൻ. അതിനവിടെ എന്തോ ഇത്ര ടൈറ്റ്? അതാ വീട്ടിലെ എല്ലാരും ഇറച്ചിയും മീനും കൂട്ടിയേ കഴിക്കോളൂ, ബീഫ് കറിയൊക്കെ അങ്ങനെ കഴിക്കുള്ളൂ. അതുകൊണ്ട് അവൻ ടൈറ്റ് ആയി പോയെന്ന്. കാർത്തികൻ പാവം. എന്നാ പിന്നെ നീ വീട് മാറി പോകുന്നതായിരിക്കും നല്ലത്. എന്തോ? അല്ല, കാർത്തികൻ വാടക വീട് മാറി പോകുന്നത് നല്ലതായിരിക്കും. അതാണ് നല്ലത്. പിന്നെ എന്റെ പല്ലുവേന ഞാനങ്ങ് സഹിച്ചോളാം. ഈ പല്ലുവേന വന്നെന്ന് പറഞ്ഞാൽ ആരും ചത്തൊന്നും പോവില്ലല്ലോ. അല്ല, അങ്ങനെ ചാവുന്നില്ല. കുറച്ച് കടുപ്പം തന്നെ അച്ഛാ. ആടാ, വല്ലുവേന നല്ല കടുപ്പാ. കാർത്തികന്റെ കാര്യേ കുറച്ച് കടുപ്പം തന്നെ. നീ എന്നെ വിളിച്ചാടേ? വിളിച്ചില്ല. കേടായ പല്ലും വെച്ചോണ്ട് കെട്ടിപ്പൂട്ടി വെച്ച പൈസയുടെ മേളിൽ കയറി ഇരിക്കുകയാണ്. എന്താന്ന് അച്ഛനടി നിന്റെ അമ്മാവൻ? ഏതമ്മാവൻ? എന്റെ അച്ഛൻ, നിന്റെ അമ്മാവൻ. എന്റെ അമ്മായി അച്ഛൻ. ഇപ്പൊ ഇവിടെ എന്തുണ്ടേ? എനിക്ക് വേണം ഞങ്ങളെ വളർത്തിയും പഠിപ്പിച്ചതൊക്കെ അമ്മയുടെ ഫാമിലിയാണെന്നാണ് തോന്നുന്നത്. ഈ അർത്ഥയ്ക്ക് ഉപ്പ് വയ്ക്കാത്ത മനുഷ്യൻ എങ്ങനെ ഞങ്ങളെ പഠിപ്പിക്കും? അതിന് ഇപ്പൊ എന്തുണ്ടായെന്ന് പറ. അച്ഛന്റെ റൂട്ട് കനാലിയായ ഞാൻ പൈസ കൊടുക്കുന്നു. അച്ഛൻ ഈ പെൻഷൻ കിട്ടുന്ന പൈസ ഒക്കെ എന്തെടുക്കുന്നതാ? എനിക്കറിഞ്ഞൂടാ. കെട്ടിപ്പൂട്ടി വച്ചേക്കായിരിക്കും, ഇല്ലെങ്കിൽ ബാങ്കിട്ട് പലിശ വിട്ടായിരിക്കും. അങ്ങനെ രസിക്കായിരിക്കും. അല്ല തന്നെ എന്ത്? അത് പറയുമ്പോൾ അച്ഛൻ എപ്പോഴും ഇരിക്കുന്ന ഒരു പെട്ടിയില്ലേ, ആ പെട്ടി കാണുമ്പോഴൊക്കെ എനിക്കൊരു സംശയം തോന്നുന്നു അതിനകത്ത് എന്തോ ഉണ്ടോന്ന്. ഏത് പെട്ടി? മറ്റേ ആ ഇടനാഴിയിലിരിക്കുന്ന തടിയുടെ പെട്ടിയില്ലേ, അതിനകത്ത് എന്തോ ഉള്ള പോലെ തോന്നാറില്ലേ? ഇനി വേണേ സ്വർണ്ണ ബിസ്ക്കറ്റ് എങ്ങാനും വേണോ എന്തോ? നമുക്ക് പോയി പരിശോധിച്ചല്ല. അതിനകത്ത് എപ്പോഴും പൂട്ടി വെച്ചിരിക്കുമല്ലേ? പൂട്ടി വെച്ചിട്ട് താക്കോലിട്ട് തുറക്കും. താക്കോലില്ലെങ്കിൽ കള്ളത്താക്കോലിട്ട് തുറക്കാം. അതൊക്കെ വലിയ പ്രശ്നമാവും. ഒരു പ്രശ്നമില്ല. അച്ഛൻ്റെ കയ്യിൽ പൈസ ഉണ്ടെന്ന് തെളിയിച്ചില്ലെങ്കിലും വലിയ പ്രശ്നമാണ്. എന്നാ നമുക്ക് പോയി നോക്കാം. ഇപ്പൊ പോണ്ട്. ഇവിടെ ഇരി. കുറച്ച് കഴിഞ്ഞിട്ട് പിന്നെ പോയി നോക്കാം. അച്ഛൻ എങ്ങനെ വേദന സഹിച്ചു പിടിച്ച് എങ്ങനെ നിക്കണെന്തോ പൈസയും കയ്യിൽ വെച്ചോണ്ട്. എന്റെ ഉത്തോണ്ണ അച്ഛന്മാരുടെ കാര്യത്തിൽ നമ്മൾ രണ്ടുപേരും തുല്യ ദുഃഖിതരാട്ടോ. രണ്ടും അര സൈക്കോ. നിനക്ക് അവിടെ അച്ഛൻ മാത്രമല്ലേ സൈക്കോ? ഇവിടെയുള്ള പകുതി കൂടുതൽ ഒരു സൈക്കോളാണ്. അത് കറക്റ്റാ. എല്ലാം വിധിന്ന് വിചാരിച്ച നമുക്ക് സമാധാനിക്കല്ലേ? വിധിയല്ല, അല്ലാതെ എന്താ പറയാന്ന് പറയാ. എന്തിനും വന്ന പോയതല്ലേ? ഇപ്പൊ വിളിച്ചില്ലേ? പോയാന്ന് നോക്കാൻ വേണ്ടി വിളിച്ചേ. ഉറങ്ങിയാലോ? വേണ്ട, പാല് വേണോ? പാല് അമ്മ ബിസ്ക്കറ്റ് എടുത്തോണ്ട് വരട്ടെ? ബിസ്ക്കറ്റ് വേണ്ട, ഒന്നും വേണ്ട, ഒന്നും കഴിച്ചില്ലല്ലോ. നീ ഇവിടെ നിൽക്കുകയായിരുന്നു മോളെ. എന്താ വെച്ചാ? ശിവൻ തേടി 2 ദിവസമായില്ല അവനെ കണ്ടിട്ട്. ശിവേട്ടൻ 2 ദിവസം കൂടെ ആവും വരാനെന്ന് പറഞ്ഞു. എന്ത് പറ്റി? നീയേ ഫോൺ വിളിച്ചിട്ട് അവനെ പെട്ടെന്ന് ഇങ്ങോട്ടൊന്ന് വേഗം വരാൻ പറ.
എന്താ കാര്യം പറയേ? എനിക്കൊന്ന് ആശുപത്രി പോകാനാ. ആശുപത്രി പോണോ? എന്തു പറ്റി? ഓ എനിക്ക് പല്ലുവേദന ഒന്ന് ആശുപത്രി പോകാനാ. അത്രേ ഉള്ളൂ. അതിപ്പോ ചേട്ടനോട് പറഞ്ഞാ പോരെ, ചേട്ടൻ കൊണ്ടുപോയില്ലേ? ആര് നിന്റെ ചേട്ടനാ? ആ, ആ ദുഷ്ടൻ എന്നെ കൊണ്ടുപോകത്തില്ലെന്നാ പറയുന്നത്. ചേട്ടൻ പറഞ്ഞു കൊണ്ടുപോകത്തില്ലെന്ന്. ഇടി അവനിപ്പോ ആ ബുദ്ധിമുട്ടാ, കയ്യില് അവന്റെ കയ്യിൽ കാശൊന്നും ഇല്ലാന്നാ പറയുന്നത്. ഓ, അപ്പൊ ആശുപത്രി കൊണ്ടുപോകാനല്ല ആളെ വേണ്ടേ, പൈസ കൊടുക്കാനാണ് ആളെ വേണ്ടത് അല്ലേ? അതന്നെ ആശുപത്രി കൊണ്ടുപോകുന്നവരല്ലേ പൈസ കൊടുക്കേണ്ടത്. എന്റെ പൊന്ന ചാച്ചൻ്റെ കൈ പൈസ ഇല്ല, പിന്നെ എന്തിനാ ഇങ്ങനെ ഓരോരുത്തരുടെ കാല് പിടിക്കുന്നത്? അങ്ങോട്ട് കൊടുത്തിട്ട് പോണോ ആശുപത്രിയില്? 5 പൈസ ഇല്ലാത്ത പറഞ്ഞില്ലേ? കള്ളം പറയരുത് കേട്ടോ. എനിക്കറിയാം റിസർവ് ബാങ്കിൽ പൈസ ഇല്ലെന്ന് പറഞ്ഞാലും ഞാൻ വിശ്വസിക്കും. പക്ഷെ അച്ഛൻ്റെ കയ്യിൽ പൈസ ഉണ്ടെന്ന് എനിക്ക് നന്നായിട്ട് അറിയാം. എടി നീ കൂടുതൽ എന്നെ വിസ്തരിക്കാനും നിൽക്കണ്ട. ആ ശിവനെ ഇങ്ങോട്ടൊന്ന് വിളിക്കേ. എടി ഞാനാണേ അവന് പണ്ട് ഈ ലൈറ്റ് കത്തുന്ന ഷൂ വാങ്ങിക്കൊടുത്തത്. ആ സ്നേഹം അവന്റെ ഉള്ളിലുണ്ട്, അവൻ എന്നെ കൊണ്ടുപോയിക്കോളും. ഈ ലൈറ്റ് കത്തുന്ന ഷൂവിന്റെ പേരിൽ ശിവേട്ടനെ അച്ഛൻ കുറെ ചൂഷണം ചെയ്യുന്നുണ്ടോ എന്ന് എനിക്കൊരു സംശയം ഇല്ലാതില്ല. ഞാനിവിടെ ആരെ ചൂഷണം ചെയ്തിട്ടൊന്നുമില്ല. ആ, ഉവ്വ. ആ സ്നേഹം അവന്റെ ഉള്ളിലുള്ളതുകൊണ്ടാടി അവൻ എന്നെ പൊന്നുപോലെ കൊണ്ടു നടക്കുന്നത് കേട്ടാ. ഓ, എന്നാ ഞാനൊരു അഭിപ്രായം അങ്ങോട്ട് പറയാം. അച്ഛൻ പൂർത്തി വെച്ചിരിക്കുന്ന പൈസ എല്ലാം ഇളക്കണമെന്നാണ് എന്റെ അഭിപ്രായം. അഭിപ്രായം ഇവിടെ ആരെങ്കിലും വല്ല ചോദിച്ചാ? ഓ, കളിയാക്കാൻ വേണ്ടി നിന്റെ അച്ഛൻ പറഞ്ഞു വിട്ടതായിരിക്കും. കളിയാക്കാനാ? ഞങ്ങളുടെ അച്ഛമ്മയാണ് പറഞ്ഞത്. പല്ലുവിന് മാറിയോ? ഒരു രക്ഷയില്ല മോളെ, ഇത് മിക്കവാറും റൂട്ട് കനാൽ ചെയ്യേണ്ടി വരും. എന്നാ പിന്നെ അപ്പൂപ്പ അതങ്ങ് ചെയ്താ പോരെ? ഇവിടെ അപ്പൂപ്പൻ്റെ 5 പൈസ ഇല്ലടാ മക്കളെ. സ്നേഹമുള്ള ആരെങ്കിലും ഒക്കെ ചെയ്തു കഴിഞ്ഞാൽ അപ്പൂപ്പൻ രക്ഷപ്പെടും. ഇല്ല അപ്പൂപ്പൻ്റെ കാര്യം പോക്ക. മക്കൾ ആരോടെങ്കിലും ഒക്കെ പറഞ്ഞ് അപ്പൂപ്പനൊന്ന് സഹായിക്കണേ. ഞാൻ ഇച്ചിരി ഒരു ഒന്ന് കിടക്കട്ടെ, വയ്യ. ഓ എന്ത് സുഖം തന്നെ? ആ സുഖം തന്നെ. കഴിച്ചാ? കഴിച്ചു. എന്ത്? അല്ല, നമ്മൾ ഇടയ്ക്ക് ഇതൊക്കെ വന്നൊന്ന് അന്വേഷിക്കണമല്ലോ. അച്ഛമ്മ ഈ വീടിന്റെ വിളക്കല്ലേ? ഓ, എണ്ണ ഒഴിച്ച് കത്തിക്കല്ലേ. അയ്യോ, ഭയങ്കര തമാശല്ലേ. പിന്നെ അച്ഛമ്മ, ആ. അച്ഛമ്മക്ക് ആ. അച്ഛൻ ഇരിക്കണ പെട്ടി അറിയാമോ? പെട്ടി അറിയാം. ആ, അതിന്റെ താക്കോല് കയ്യിലുണ്ടാ? അത് അവൻ്റെ കാണും. അച്ഛന്റെ കയ്യിലാ? ആ, അമ്മ, എന്തുവാടാ? അമ്മക്ക് അച്ഛൻ ഇരിക്കണ പെട്ടി അറിയാമോ? അറിയാലോ. അതിന്റെ താക്കോലുണ്ടാ? അതിന്റെ താക്കോൽ അങ്ങേരുടെ അരയിൽ തന്നെ കാണും. എന്തോന്ന് അച്ഛനമ്മ അച്ഛൻ? എന്തിനാടാ? അതിന്റെ അകത്ത് പൈസ ഉണ്ടോന്ന് നോക്കാനായിട്ടാണോ? അച്ഛന്റെ കള്ളപ്പണം നമുക്ക് പിടിച്ചെടുക്കണ്ടേ? എടുക്കണ്ടേ? അപ്പോഴതിനാണ് ഈ താക്കോലെന്ന് വെച്ചോണ്ട് നടന്നത്. ആ, അച്ഛമ്മ ഞങ്ങളോട് ക്ഷമിക്കണം, വേറെ വഴിയില്ല കേട്ടോ. അവൻ്റെ പൈസ പിടിച്ചെടുക്കണം എന്ന് തന്നെ എൻ്റെ ആഗ്രഹം. അതെ. അപ്പൊ നിങ്ങളുടെയൊക്കെ അനുഗ്രഹത്തോടുകൂടി ഞാൻ അത് കള്ളത്താക്കോലിട്ട് തുറക്കണം. നീ ധൈര്യമായിട്ട് തുറന്നോടാ. അച്ഛമ്മ, തുറന്നോടാ. എന്തോ തുറക്കുന്ന കാര്യമാടാ ഈ പറയുന്നേ? എന്റെ മനസ്സ് തുറക്കണ കാര്യം പറയായിരുന്നു. ആരോട്? അച്ഛമ്മയുടെ അടുത്തും അമ്മയുടെ അടുത്തും. എന്റെ മനസ്സ് തുറക്കണ കാര്യം. നീ പോവാണോ? മനസ്സ് തുറക്കുമെന്ന് പറഞ്ഞിട്ട് അത് ഞാൻ പിന്നെ തുറന്നോളാം. ഇടിപ്പി തന്നെ ഉണ്ട്. കള്ളത്താക്കോലിട്ട് തന്നെ തുറക്കേണ്ടി വരും.